SDPI എന്തുകൊണ്ട് LDF-നെ പിന്തുണയ്ക്കുന്നില്ല, എന്തുകൊണ്ട് UDF-നെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ ഉത്തരം SDPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. LDF സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു. പോലീസ് അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. AKG സെന്ററിൽ നിന്നോ സെക്രട്ടേറിയറ്റിൽ നിന്നോ അല്ല, മാരാർജി ഭവനിൽ നിന്നാണ് പോലീസ് ഭരണം. അതുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പൂഞ്ഞാറിൽ 17 കുട്ടികളെ വധശ്രമ കേസിൽ പ്രതിയാക്കിയ സർക്കാരിനെ ഞങ്ങൾ എന്തിനു പിന്തുണയ്ക്കണം, അതുകൊണ്ട് UDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഉത്തരം. തീർച്ചയായിട്ടും ഇവിടെ SDPI-യുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ബഹുമാനീയനായ പാനലിസ്റ്റ് അദ്ദേഹം ഇതേപോലെ ചില വിമർശനങ്ങൾ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് ആവർത്തിച്ച വിമർശനങ്ങൾ ഉന്നയിച്ചു. ഞാനതിന് മറുപടിയിലേക്ക് വരാം. പക്ഷെ അതിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് പ്രതിനിധികളുടെ ചില വാദങ്ങളോടൊന്ന് പ്രതികരിക്കാതെ പോകുന്നത് അർത്ഥശൂന്യമായി നമ്മളുടെ ഈ സംവാദത്തെ മാറ്റും. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സംവാദത്തിന്റെ പശ്ചാത്തലം കോൺഗ്രസിന് നിരുപാധിക പിന്തുണ SDPI പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവിനോട് കേരളത്തിലെ മാധ്യമപ്രവർത്തക സംഘം ഇന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുക ചോദിച്ചു, SDPI-യുടെ പിന്തുണ വേണ്ടാന്ന് വെക്കുമോ, SDPI-യുടെ വോട്ട് വേണ്ടാന്ന് പറയുമോ? എന്തായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വിശദീകരണം? മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പേരും ശിരസ് കുനിച്ചില്ലേ, നമുക്ക് തല താഴ്ത്തേണ്ടതായി വന്നില്ലേ? കാരണം എന്താണ്? അദ്ദേഹം പറയുന്നില്ല SDPI-യുടെ പിന്തുണ വേണ്ടാന്ന്. ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഫോണുകളുടെ ആർക്കൈവുകളിൽ നിർബന്ധമായും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചിത്രവും ഒരു ദൃശ്യവുമുണ്ട്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, SDPI-യുടെ പിന്തുണ വേണോ, SDPI-യുടെ വോട്ട് സ്വീകരിക്കുമോ? RSS-ന്റെ പിന്തുണ വേണോ, RSS-ന്റെ വോട്ട് സ്വീകരിക്കുമോ? എന്താണ് അങ്ങ് മുമ്പ് സൂചിപ്പിച്ച പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നുമുള്ള തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലും അല്ലാതെയും സഖാവ് കോടിയേരി ഓർമ്മിച്ച് പറയുന്ന രംഗം എന്താണ്? ഞങ്ങളോട് ആ ചോദ്യം ഇനി ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോഴല്ല, 979 തലശ്ശേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ചോദ്യം ഉയർന്നു വന്നു. RSS-ന്റെ വോട്ട് ഇടതുപക്ഷത്തിന് ലഭിക്കുമോ? അന്ന് മഹാനായ EMS പറഞ്ഞു അത്രേ, ഞങ്ങൾക്ക് RSS-ന്റെ വോട്ട് വേണ്ട. അന്ന് മുതൽ ഇങ്ങ് വരെ ഏതു ഘട്ടത്തിലും ഒരു ഡിസ്പ്യൂട്ട് ഉയർന്നു വന്നപ്പോൾ മതഭീകരവാദ പ്രസ്ഥാനം, അത് SDPI ആവട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, സംഘപരിവാരമാവട്ടെ, RSS ആകട്ടെ, അവരുടെ വോട്ട് കൊണ്ട് ഒരു പഞ്ചായത്ത് വാർഡിൽ ജയിക്കാം, എന്നാൽ ഒന്ന് പാർലമെന്റ് വരെ പോയി വരാം എന്ന് പറഞ്ഞാൽ ഏതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പില്ലാത്തപ്പോഴും വർഗീയവാദികളുടെ പിന്തുണ കൊണ്ട് ഇവന്മാരുടെ നക്കാപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിലും പോവേണ്ട, ഞങ്ങൾക്ക് പാർലമെന്റിലും പോവേണ്ട, ഈ നിലപാട് ഞാൻ പറയുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷം പാർലമെന്റിലും മത്സര രംഗത്താണ്. ഞാനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് പഞ്ചായത്ത് വാർഡിലും പാർലമെന്റിലും ഞങ്ങൾക്ക് ജയിക്കേണ്ട എന്ന് അന്തസ്സോടുകൂടെ പറഞ്ഞവരാണ് ഇടതുപക്ഷം, ഇപ്പോഴും പറയുന്നവരാണ്. എന്തുകൊണ്ട് ആ സമീപനം സ്വീകരിക്കാൻ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിന് ഭയം? നിങ്ങൾ മതനിരപേക്ഷവാദികളുടെ വോട്ട് സ്വീകരിക്കുക, ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വോട്ട് സ്വീകരിക്കുക, മതതീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് VD സതീശന് പറയാൻ എന്താ ഭയം? ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പഞ്ചമുച്ച മടങ്ങി കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്തിയ കേരളത്തിലെ SDPI-യുടെ പ്രതിനിധി മറന്നുപോകും. മതനിരപേക്ഷ പറയുന്ന കാര്യത്തിലുള്ള മറുപടി ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കാം. അല്ല, താങ്കൾ കോൺഗ്രസിനോട് ചോദിച്ച ചോദ്യം ശരി, അതിന് കോൺഗ്രസ് മറുപടി പറയുമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ SDPI നേതാവിന്റെ ഭാഗത്തിനോട് മറുപടി പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുതു കുമ്പിട്ട് നിലവിളക്ക് കൊളുത്തിയ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ്, നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം SDPI-ക്കാരൻ മറച്ചു പിടിച്ചാലും കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം മറക്കില്ല. പിന്നെ പറഞ്ഞത് എന്താണ്? ന്യൂനപക്ഷ വിരുദ്ധരാണ് പിണറായി വിജയന്റെ പോലീസ്, അല്ലേ? എന്നാൽ ശരി, ഏത് പോലീസാണ് ന്യൂനപക്ഷ വിരുദ്ധമാകാതെ ഇരുന്നത്? പ്രവീൺ തൊഗാഡിയ ഇവിടെ വന്ന് മുസ്ലിങ്ങളെ കൊല്ലാൻ കലാപാഹ്വാനം നടത്തിയപ്പോൾ ഒരു കേസുണ്ടായി. ആ കേസ് പിൻവലിച്ചു കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രി, രാഷ്ട്രീയ പാർട്ടി ഏതാ? ഇന്ന് SDPI കാല് പിടിക്കാൻ പോകുന്ന കോൺഗ്രസ് ആണ്. പ്രവീൺ തൊഗാഡിയ മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞ കേസ് പിൻവലിച്ച് RSS-ന് വിടുപണി ചെയ്ത കോൺഗ്രസ് നിങ്ങൾക്ക് നല്ലതല്ലേ? നിങ്ങളുടെ പിന്തുണ കോൺഗ്രസ് തന്നെ ഇരുന്നോട്ടെ. മോഹനചന്ദ്രൻ നായർ എന്ന തിരുവനന്തപുരത്തെ CI-യെ MG കോളേജിൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ RSS-കാരെ പിടികൂടി RSS-കാരോട് മാനുഷിക പരിഗണന നൽകി. ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ RSS-കാരെ വെറുതെ വിട്ടു. ആഭ്യന്തരമന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല. കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ മുഖ്യമന്ത്രിയുമാണ്. ആ കോൺഗ്രസ് RSS-നെതിരെ കേസ് പിൻവലിക്കാൻ RSS കണ്ണിരൊട്ടിയപ്പോൾ മുട്ടിലെറിഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് SDPI-ക്ക് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ന്യൂനപക്ഷ പ്രീതിയുള്ള കൂട്ടർ അല്ലേ? അങ്ങ് മനസ്സിലാക്കണം കേരളത്തിൽ എങ്ങനെയാണ് ഇന്ന് ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാക ഉയർന്നു മാറുന്നത് എന്നുള്ളത് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. എന്തുകൊണ്ടാ സിദ്ദിഖാപ്പൻ UP-യിൽ ചെന്നപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഉയർന്നു വന്നത് എന്താണ്? നിങ്ങൾക്ക് പിണറായി വിജയനെ അറിയുമോ? പിണറായി വിജയന്റെ നാട്ടുകാരനാണ് ഇത് പറഞ്ഞല്ലേ കവിള തടി കിട്ടിയത്. അത് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇന്ത്യയിലെ സംഘപരിവാരം ഭയക്കുന്നത്? SDPI നേതാവിനൊന്ന് പറയാമോ?
ഇന്ത്യയിൽ RSS തലയ്ക്ക് വിലകിട്ട ഏതെങ്കിലും ഒരു നേതാവ്, ഇന്ത്യയിൽ RSSന്റെ നേതാവ് അമിത്ഷാ മാർച്ച് നടത്താൻ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഓഫീസർ, നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നു കൊള്ളണം. മതനിരപേക്ഷ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ അവരുടെ രാഷ്ട്രീയ ശരിയെ തിരിച്ചറിയും. SDPIയുടെ മാറാപ്പിൽ കൊണ്ട് ഇട്ടിരിക്കുന്ന വോട്ടല്ല ഇന്ത്യയിലെ കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ വോട്ട്. അത് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചും മനസ്സിലാക്കിയിട്ടും തന്നിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളെ അത് പഠിപ്പിച്ചു തരും, ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല.